നമുക്കിന്ന് സിമ്പിളായിട്ട് ഒരു സ്ട്രെയിറ്റ് പാൻറ് എങ്ങനെയാണ് കട്ട് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം നമ്മൾ ഇവിടെ നിന്നൊരു 2 ഇഞ്ച് മാർക്ക് ചെയ്യാണ്. പട്ടയ്ക്ക് വേണ്ടിയിട്ടാണ് മാർക്ക് ചെയ്യുന്നത്. കയറ്റിയൊന്നും മാർക്ക് ചെയ്യുന്നില്ല കേട്ടോ, ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ മാർക്ക് ചെയ്യാണ്. ഈ 2 ഇഞ്ചിന് ശേഷം നമ്മൾ താഴത്തേക്ക് മാർക്ക് ചെയ്യുന്നത് ക്രോച്ച് ലെങ്ത് ആണ്. ആദ്യം നമുക്ക് വേസ്റ്റ് അടയാളപ്പെടുത്താം. ഇവിടുത്തെ വേസ്റ്റ് റൗണ്ട് എന്ന് പറയുന്നത് 38 ഇഞ്ചായിരുന്നു കേട്ടോ. 38 ഇഞ്ചാണ് വേസ്റ്റ്. അപ്പോൾ അതിൻ്റെ ലെങ്ത്ത് നമ്മൾ എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 9.5 ആണ് നമുക്ക് കിട്ടുന്നത്. അതിൻ്റെ കൂടെ ഒരു 2.5 ഇഞ്ച് ഞാൻ ലൂസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 2.5 ഇഞ്ച്. അപ്പോൾ നമുക്ക് 12 ഇഞ്ചാണ് കിട്ടുന്നത്. ഇതാ ഇവിടെ നിന്ന് നമ്മൾ 12 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി ഇവിടുന്ന് താഴേക്ക് നമുക്ക് ക്രോച്ച് അടയാളപ്പെടുത്തണം. ശരിക്കും ഇങ്ങനെ വരുമ്പോൾ ക്രോച്ച് എടുക്കുകയാണെങ്കിൽ പ്ലസ് 1 ഇഞ്ച് ആഡ് ചെയ്താൽ നമ്മുടെ ക്രോച്ച് ലെങ്ത് ആയി. ഇതെങ്ങനെ കിട്ടുന്നതെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാവർക്കും ഒരേ അളവായിരിക്കില്ലല്ലോ. അപ്പോൾ അതെങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാമെന്ന് വെച്ചാൽ നമ്മൾ ഈ 38നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. 38നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 12.66 അങ്ങനെ വരും. അപ്പോൾ നമ്മളതൊരു റൗണ്ട് ചെയ്ത് 13 ഇഞ്ച്, ഒരു 1/2 ഇഞ്ചും കൂടെ ആഡ് ചെയ്തിട്ട് 13 ഇഞ്ചാണ് മാർക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇതാ ഇവിടെ നിന്ന് നമ്മൾ താഴത്തേക്ക് 13 ഇഞ്ച് മാർക്ക് ചെയ്തു. ഇവിടെ നിന്ന് നോക്കുക 12 ഇഞ്ച് തന്നെ ഇല്ലേന്ന്. തുണി മടക്കുന്ന രീതിയൊക്കെ നമുക്കറിയാലോ ഓൾറെഡി, അതുകൊണ്ടാണ് 4 ആയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. എന്നിട്ടാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുക്കാം. ഈ പോയിന്റ് തമ്മിൽ ജോയിൻ ചെയ്ത് കൊടുത്തു. ഇനി എല്ലാവർക്കും ഉണ്ടാകുന്നൊരു പ്രശ്നമാണ്, നമ്മൾ ഇങ്ങനെ പാൻറ് തയ്ക്കുമ്പോൾ പലർക്കും ഇവിടെ ഒരു പിടുത്തം വരാറുണ്ട്. ഇപ്പോൾ ചിലരിവിടെ 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ച് അങ്ങനെയൊക്കെ കൊടുക്കാറുണ്ട്. ഇത് ഇപ്പോൾ 38 ഇഞ്ച് വേസ്റ്റ് റൗണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അറിയാലോ, ഒരു ഇത്തിരി തടിയുള്ള ഒരാളാണ്. അപ്പോൾ തടിയുള്ളവർക്ക് നമ്മൾ ഇതെടുക്കുമ്പോൾ ഉറപ്പായിട്ടും നമ്മൾ തൈ റൗണ്ട് അളന്നിരിക്കണം. അതായത് ഈ കാലിൻ്റെ ഇവിടുത്തെ ഒരു അളവുണ്ട്, അത് നമ്മൾ മസ്റ്റായിട്ട് അളന്നിരിക്കണം. ഇവിടെ ഈ കുട്ടിക്ക് 28 വരുന്നത്. അപ്പോൾ നമുക്ക് 14 ഇഞ്ച് വേണം. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ ആഡ് ചെയ്ത് ഞാൻ 15 ഇഞ്ച് എടുക്കുന്നുണ്ട്. മനസ്സിലായോ? ഇവിടെ നമ്മുടെ തൈ റൗണ്ട് എന്ന് പറയുന്നത് തൊടവണ്ണം, ഇവിടുത്തെ നമ്മുടെ ക്രോച്ച് ഏരിയയുടെ അവിടുത്തെ തൊടവണ്ണം എന്ന് പറയുന്നത് 28 ഇഞ്ചാണ്. അതിൻ്റെ ഹാഫ്, അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 14 ഇഞ്ച് കിട്ടും. അതിൻ്റെ കൂടെ 1 ഇഞ്ച് ലൂസിന് വേണ്ടി ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 15 ഇഞ്ച്. ഇവിടെ 15 ഇഞ്ച് വേണം. നമ്മൾ തടിയുള്ള ആൾക്കാർക്ക് ഇവിടെ ക്രോച്ച് മാർക്ക് ചെയ്യുമ്പോൾ ഒരു 3 ഇഞ്ചെങ്കിലും മസ്റ്റായിട്ട് കൊടുത്തിരിക്കണം. ഇനി നമുക്കിത് ഒരു ആം ഹോൾ കർവ് വെച്ചിട്ട് ഒന്ന് ഷേപ്പ് ചെയ്ത് വരയ്ക്കാം. ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാം. ഈ മോൾ ഭാഗം മനസ്സിലായല്ലോ. ഇവിടെ നമ്മൾ വേസ്റ്റ് അടയാളപ്പെടുത്തുന്നത് നമ്മുടെ വേസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്തിട്ടാണ്. ഇവിടെ ഹിപ്പ് റൗണ്ട് നമ്മൾ മെഷർ ചെയ്തിട്ടേ ഇല്ല. ഹിപ്പ് റൗണ്ട് നമ്മളിവിടെ ഒന്നിനും എടുത്തിട്ടില്ല കേട്ടോ. ചിലർ ഹിപ്പ് റൗണ്ട് നോക്കിയിട്ടാണ് ഇവിടുത്തെ നമ്മുടെ ക്രോച്ച് ഏരിയ കണക്കാക്കുന്നത്. ഇതിപ്പോൾ നമ്മൾ വേസ്റ്റ് റൗണ്ട് മാത്രമാണ് നമ്മൾ നോക്കിയിട്ടുള്ളൂ. വേസ്റ്റ് റൗണ്ടിൻ്റെ കൂടെ 2.5 ഇഞ്ച് ആഡ് ചെയ്ത് മാർക്ക് ചെയ്യുക. അതിൻ്റെ കൂടെ 1 ഇഞ്ചും കൂടെ കൂട്ടി നമ്മുടെ ക്രോച്ച് ലെങ്ത്തും അടയാളപ്പെടുത്തുക. ഇനി നമുക്കിതിൻ്റെ ലെങ്ത്താണ് വേണ്ടത്. ഇപ്പോഴത്തെ പാൻറ് നമുക്കറിയാലോ, കുറച്ച് പാദത്തിൽ നിന്ന് കുറച്ച് കയറി നിന്നിട്ടാണ് എല്ലാവരും ചെയ്യുക. അങ്ങനെ ഇറക്കം തീരെ വേണ്ടാത്തവർക്കാണെങ്കിൽ 35 ഇഞ്ച് മതി. ഇത് ഞാനൊരു 36 ഇഞ്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആൾക്ക് കുറച്ചുകൂടെ ലെങ്ത്ത് വേണം, അതുകൊണ്ട് 36 ഇഞ്ച് എടുത്തത്. അല്ലെങ്കിൽ നോർമൽ ആണെങ്കിൽ ഒരു 35 ഇഞ്ച് മതി. അപ്പോൾ 36 ഇഞ്ച് നമുക്കിതാ ഇവിടെയും മാർക്ക് ചെയ്യാം. സ്ട്രെയിറ്റ് ആയിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. നമുക്കിവിടെ ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുക്കാം.
ഇനി താഴത്തെ അളവ് ഞാൻ 8 ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത്. 8 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു. ഇനി താഴത്തേക്ക് മടക്കി അടിക്കാൻ ചിലർക്ക് അധികം വീതി വേണ്ട, 2 ഇഞ്ച് മതി എന്ന് പറയും. ഇത് വീതി ഇഷ്ടമുള്ള ഒരാളായതുകൊണ്ട് ഞാനൊരു 3 ഇഞ്ച് എടുക്കുന്നുണ്ട്. മുകളിൽ 8 എടുത്തിട്ടുള്ളത്. താഴേക്ക് ഒരു 1/2 ഇഞ്ചും കൂടെ കൂട്ടി മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചെറുതായിട്ടൊന്ന് ചെരിച്ച് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നാലാണ് നമ്മൾ ഇങ്ങോട്ട് മടക്കി അടിക്കുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഉള്ളിലേക്ക് ഈ തുണി നീങ്ങിപ്പോവും. ഇവിടെ എന്തായാലും ഒരു 1/2 ഇഞ്ചിൽ കൂടുതൽ നമ്മൾ 1/2 ഇഞ്ചെങ്കിലും ചെരിച്ച് വരച്ചിരിക്കണം. ഇനി നമുക്ക് നമ്മുടെ കട്ടിങ് ഇത്രയേ ഉള്ളൂ. ഇതാ നോക്ക്. ഇനി ഇവിടെയും കൂടെ ജോയിൻ ചെയ്താൽ നമ്മുടെ മാർക്കിങ് കഴിഞ്ഞു. സിമ്പിളായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. ഇതാ ഇനി ഒരു ലെഗ് കർവ് വെച്ചിട്ട് നമ്മൾ ഇതിങ്ങനെ ഷേപ്പിലൊന്ന് വരച്ചെടുക്കുക. ഇതാ നമ്മൾ വേറെ എക്സ്ട്രാ ഒന്നും കൊടുത്തിട്ടില്ല. അതേ ലൈനിൽ കൂടെ തന്നെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇവിടെ ഒരു മാർക്കിങ്ങും കൂടെ കൊടുക്കണം. ഇവിടെ 3 ഇഞ്ചില്ലേ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഇതാ ഇവിടെ നിന്ന് മുകളിലേക്കൊരു 2.25 ഇഞ്ച് ഒന്ന് കയറ്റി മാർക്ക് ചെയ്ത് കൊടുക്കുക. 2.25 ഇഞ്ച് ഈ സൈഡിലും കൊടുക്കണം. ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 1/4 ഇഞ്ചിൽ നമ്മളിവിടെ മടക്കി അടിക്കും. അത് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ മുകളിലേക്ക് ഇത് മടക്കി അടിക്കണമല്ലോ. അപ്പോൾ അത് കറക്റ്റ് അളവ് 2 സൈഡിലും കിട്ടാൻ വേണ്ടിയിട്ടാണ്. അല്ലെങ്കിൽ നമ്മൾ അടിച്ചു വരുമ്പോൾ 2 സൈഡും കയറി ഇറങ്ങിയൊന്നും പോകാതിരിക്കാൻ വേണ്ടി ഒരു എളുപ്പ വഴിയാണത്. 2 സൈഡിലും നമുക്കൊരു നോച്ചിട്ട് കൊടുക്കാം. ഈ ഭാഗം കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഇനി നമുക്കൊരു പോക്കറ്റ് കൂടെ കട്ട് ചെയ്തെടുക്കാം. ഒരു 14 ഇഞ്ചാണ് ഞാനിവിടെ പോക്കറ്റിന് വേണ്ടി എടുക്കുന്നത്. ഒരു 7 ഇഞ്ച് വീതി എടുക്കുന്നുണ്ട്. ആദ്യം നമുക്കിതൊരു ബോക്സ് പോലെ വരയ്ക്കാം. ഇനി ഒരു 1/2 ഇഞ്ച് നമുക്കിത് മുകളിലേക്ക് തയ്യലിടാനുള്ളതാണ്. ഇനി അവിടെ നിന്ന് താഴേക്ക് ഒരു 1/2 ഇഞ്ച് കൂടെ ഇറക്കി മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇവിടെ നിന്ന് ഒരു 5.5 ഇഞ്ചാണ് ഓപ്പണിംഗ് കൊടുക്കുന്നത്. ഇവിടെ നിന്ന് താഴേക്കും 1 ഇഞ്ച് കൊടുക്കുക. ഈ 1 ഇഞ്ച് മാർക്ക് ചെയ്തോടത്തേക്ക് നമുക്കിത് കർവ് ചെയ്തെടുക്കാം. ഒരു 1/2 ഇഞ്ച് നീക്കി വേണം കർവ് ചെയ്തെടുക്കാൻ കേട്ടോ. ഇതടിച്ച് മറിക്കാൻ എളുപ്പത്തിന് വേണ്ടിയിട്ടാണ്. ഈ പാൻറ്റ് തയ്ക്കുമ്പോൾ നമുക്ക് ബാക്കിൽ എലാസ്റ്റിക് കൊടുക്കണം. അപ്പോൾ എലാസ്റ്റിക്കിൻ്റെ മെഷർമെൻറ്റ് എടുക്കുക എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിവിടെ വേസ്റ്റ് എത്രയാണോ എടുത്തിട്ടുള്ളത് അത്രയും ലെങ്ത്തിൽ തന്നെ നമുക്കൊരു എലാസ്റ്റിക് എടുക്കാം. ഇവിടെ 12 ഇഞ്ചിൽ തന്നെയാണ്, കൂടുതലൊന്നും കൊടുത്തിട്ടില്ല. 12 ഇഞ്ചിൽ തന്നെയാണ് നമ്മൾ എലാസ്റ്റിക് കട്ട് ചെയ്തെടുക്കുന്നത്. ഈ എലാസ്റ്റിക് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ സെൻറ്റർ പോർഷനിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ ഞാൻ കാണിച്ചു തരാം കേട്ടോ എന്തിനാണെന്നുള്ളത്. ഒന്ന് മാർക്ക് ചെയ്ത് കൊടുത്തേക്കാം. ഇനി നമുക്ക് ഇതിനകത്തേക്ക് മടക്കി അടിക്കാനായിട്ട് ഫ്രണ്ട് പോർഷനിൽ ഒരു ബക്രം കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമുക്ക് ഇങ്ങനെ ഒരു റോളായിട്ട് വാങ്ങാൻ കിട്ടുന്നതാണ്. എല്ലാ തയ്യൽ മെറ്റീരിയൽ കിട്ടുന്ന എല്ലാ കടകളിലും തന്നെ ഉണ്ടാകും കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇതിൻ്റെ ഇരട്ടി വേണം എടുക്കാനായിട്ട്. ഇത് 12 ഇഞ്ചാണ്, ഇതിൻ്റെ ഇരട്ടി നമ്മളെടുക്കുക. ഫ്രണ്ട് പോർഷനിൽ നമ്മൾ പട്ട വെച്ച് കൊടുക്കാനാണ്. നമ്മൾ വെറുതെ ക്യാൻവാസ് വെട്ടി ഒത്തിരി വേസ്റ്റ് ചെയ്ത് കളയേണ്ട ആവശ്യമില്ല. നമുക്കിതൊരെണ്ണം മേടിച്ച് വെച്ചാൽ വളരെ യൂസ്ഫുള്ളായിരിക്കും. ഇപ്പോൾ പാൻറ്റിൻ്റെ കാലിന് വെക്കാനാണെങ്കിലും എല്ലാത്തിനും നമുക്ക് യൂസ്ഫുള്ളാണിത്. മടക്കി അടിക്കേണ്ട 2 പോർഷനിൽ നമ്മളൊരു നോച്ചിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആദ്യം നമുക്ക് 2 എണ്ണത്തിൻ്റെയും ക്രോച്ച് ഭാഗം അടിച്ചെടുക്കാം. 2 പീസ് ഇങ്ങനെ എടുക്കുക. എന്നിട്ട് നമുക്ക്
ക്രോച്ച് ഭാഗം അടിച്ചു കൊടുക്കണം. 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുക്കുന്നത് കേട്ടോ. 1/2 ഇഞ്ചിൽ തന്നെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ക്രോച്ചിൻ്റെ ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ മടക്കാനായിട്ട് ഈ ഒരു നോച്ചിട്ട് കൊടുത്തിട്ടില്ലേ, അവിടെ നിന്നൊരു 3/4 ഇഞ്ച് താഴത്തേക്ക് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഇതാ, ഇതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് നമ്മൾ ബക്രം വെച്ചിട്ട് ഇങ്ങോട്ട് മടക്കി അടിക്കുന്നതാണ് അല്ലേ. അപ്പോൾ ഈ മടക്കി അടിക്കുന്നതിൻ്റെ ഉള്ളിൽ വേണം നമ്മുടെ ഈ പോക്കറ്റിൻ്റെ പീസ് നിൽക്കാനായിട്ട്. അതുകൊണ്ടാണ് കേട്ടോ. ഇതാ ഈ പാക്കറ്റ് ഇതാ ഇങ്ങനെ വെക്കുക. നമ്മളൊരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതാ ഇങ്ങനെ വെച്ച് കൊടുക്കുക. അപ്പോൾ ഈ ബക്രം മടക്കി അടിച്ച് വരുമ്പോൾ നമുക്ക് ഇത്രയും പോർഷൻ പോകും. അപ്പോൾ ഇവിടെ നിന്ന് വേണം നമ്മൾ ഓപ്പണിംഗ് കൊടുക്കാനായിട്ട്. ഇവിടെ നിന്ന് ഒരു 5.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുക. ഒരു അര ഇഞ്ച് തന്നെ നമുക്കിവിടെ സീം അലവൻസ് ആയിട്ട് കൊടുക്കാം കേട്ടോ. അതാ 1/2 ഇഞ്ചിൽ ഇങ്ങനൊരു ബോക്സ് പോലെ വരച്ച് വയ്ക്കുക. ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. ഈ വരച്ച് വെച്ചിരിക്കുന്നതിലൂടെ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ വെച്ച് കൊടുക്കുക. ഈ പീസ് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. നല്ല വശത്തു നിന്നാണ് കേട്ടോ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മൾ ആ വരച്ച വരയിൽ കൂടെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി സ്റ്റിച്ച് ചെയ്തതിൻ്റെ തൊട്ട് ഇപ്പുറത്ത് കേട്ടോ, ഉള്ളിലല്ല, അതിനോട് ചേർന്ന് തന്നെ നമ്മൾ 1/2 ഇഞ്ചിലൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അത് മറിച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ്. അതിനോട് ചേർന്ന് തന്നെ എടുക്കണം കേട്ടോ. കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഇതാ ഇങ്ങനെ ഒന്ന് പതിച്ചു കൊടുക്കുക. കൈ വെച്ചിട്ടൊന്ന് പതിച്ചു കൊടുക്കുക. ഈ കട്ട് ചെയ്തില്ലേ, കട്ട് ചെയ്ത ഭാഗം നോക്ക്, നമുക്കിങ്ങനെ നിവർത്താനായിട്ട് പറ്റും. മോൾ ഭാഗത്തും അതുപോലെ തന്നെ നിവർത്തിയെടുക്കുക. കണ്ടോ? ഇനി നമുക്ക് ഇതും ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇതേ ഷേപ്പിൽ തന്നെ നമുക്കൊന്നുകൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഓപ്പണിംഗ് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാ ഇങ്ങനെയാണ് നമുക്ക് ഈ പീസ് കിട്ടുന്നത്. ഇനി നമുക്ക് ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗം ഒന്ന് ജോയിൻ ചെയ്തെടുക്കണം. അതിന് നമ്മളിതാ ഇത് ഇങ്ങോട്ട് ഇടുകയാണ് കേട്ടോ. നമ്മൾ ഈ സ്റ്റിച്ച് ചെയ്ത ഭാഗം നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ ഇതാ ഒരു 1/2 ഇഞ്ച് നമ്മൾ വിട്ടിട്ടുണ്ടായിരുന്നില്ലേ, ആ ഭാഗവും ഇത് വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് മറിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഇവിടെ നിന്ന് ഇങ്ങനെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. പോക്കറ്റ് നമ്മളിതുപോലെ ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. 2 സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പോക്കറ്റ് മറിച്ചെടുക്കാം. ഉള്ളിലേക്ക് മറിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇങ്ങനെയായിരിക്കും പോക്കറ്റിൻ്റെ ഭാഗം വരിക കേട്ടോ. സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണില്ല. ഇനി നമുക്കിത് നേരെ ഇങ്ങനെ നിവർത്തി വെച്ച് കൊടുക്കാം. അര ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് വിട്ടിട്ടുണ്ടായിരുന്നത്. അതേ 1/2 ഇഞ്ച് തന്നെയാണ് ഇതാ ഇങ്ങനെയാണ് വെക്കേണ്ടത്. ഇനി ഇതിലൂടെയാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ പോക്കറ്റിൻ്റെ ഈ ഭാഗത്ത് നമ്മളിവിടെ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിട്ടുണ്ടായിരുന്നില്ലേ, അവിടെ ഒരു കട്ടിങ്ങും കൂടെ കൊടുക്കുക കേട്ടോ. അപ്പോഴായിരിക്കും കറക്റ്റായിട്ട് നമുക്കിങ്ങനെ വെക്കാനായിട്ട് പറ്റുന്നത്. കണ്ടോ? അപ്പോൾ നല്ല നീറ്റായിട്ട് തന്നെ നമുക്ക് പോക്കറ്റ് ഇങ്ങനെ സ്ട്രെയിറ്റ് ആയിട്ട് വെക്കാനായിട്ട് പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒരു ചെറിയ പിടുത്തം വരും.
അപ്പോൾ ഇവിടെ നമ്മൾ ആ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയതിൻ്റെ അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുക്കുക. ഇനി നമുക്ക് ബക്രം വെച്ച് തയ്ച്ച് മടക്കാം. ആദ്യം നമ്മൾ 1/2 ഇഞ്ചിൽ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. ഇനി നമ്മൾ ബക്രം ഈ പോക്കറ്റിൻ്റെ മുകളിലേക്ക് വെച്ചിട്ടാണ് മടക്കി അടിച്ചു കൊടുക്കുന്നത്. പോക്കറ്റ് ഞാന്ന് പോവില്ല, നല്ല സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കുകയും ചെയ്തോളൂ കേട്ടോ. നമ്മുടെ പാൻറ്റിൻ്റെ ഫ്രണ്ട് പോർഷൻ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പോർഷൻ കൂടെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/2 ഇഞ്ച് നമ്മൾ മടക്കി അടിച്ചു കൊടുക്കുകയാണ്. ഇനി നമ്മുടെ ഈ ഫ്രണ്ട് പോർഷൻ്റെ ഭാഗത്ത് ഈ പട്ട നിൽക്കുന്ന ഈ ഭാഗം ഉണ്ടല്ലോ, അവിടെ ഈ നോച്ച് ഇട്ട് കൊടുത്തിട്ടില്ലേ, ഈ ഭാഗം വെച്ച് കൊടുക്കുക. എന്നിട്ട് ഉള്ളിലേക്ക് മടക്കുക. ഉള്ളിലേക്ക് മടക്കി നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ വെക്കുക. ഇനി ഈ പോക്കറ്റിൻ്റെ ഭാഗമാണ് അടിക്കുന്നത്. ഈ പോക്കറ്റിലേക്ക് കയറി പിടിക്കാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കണം കേട്ടോ. ഇങ്ങനെ വെച്ച് നമുക്ക് ഇങ്ങനെ കൈവച്ച് നോക്കുമ്പോൾ അറിയാലോ, ഇങ്ങനെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് വന്നിട്ട് ഇവിടെ നമ്മളൊരു 2.25 മുകളിൽ നിന്ന് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ലേ, ഇവിടെ ഈ മാർക്ക് ചെയ്ത് കൊടുത്ത് വരെ സ്റ്റിച്ച് ചെയ്ത് കൊണ്ട് നിർത്തുക. തിരിച്ച് വീണ്ടും അടിച്ചു കൊടുക്കുക. ഇതുപോലെ നമുക്ക് അടുത്ത സൈഡും കൂടെ അടിച്ചെടുക്കാം. ഈ ഭാഗം നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കുകയാണ്. കണ്ടില്ലേ, ഇത് നമുക്ക് ആ നേരത്തെ നോച്ചിട്ട് വെച്ചിരിക്കുന്ന ആ ഭാഗം വരെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി പാൻറ്റിൻ്റെ താഴ്വശം നമ്മളൊരു 1/4 ഇഞ്ചിൽ മടക്കി അടിക്കുകയാണ് കേട്ടോ. 2 മടക്ക് കൊടുക്കുന്നില്ല, ഒറ്റ മടക്കേ കൊടുക്കുന്നുള്ളൂ കേട്ടോ. ഒരു 1/4 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇവിടെ 1/2 ഇഞ്ചാണ് നമ്മൾ സീം അലവൻസ് കൊടുത്തിട്ടുള്ളത്. അതേ 1/2 ഇഞ്ചിൽ നമ്മളിതാ ഇത് നല്ല വശത്തേക്കൊന്ന് മടക്കി വയ്ക്കുകയാണ്. ആ സ്റ്റിച്ച് ചെയ്ത് നമ്മൾ കറക്റ്റ് അളവിലാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് നിർത്തിയിരിക്കുന്നത്. അവിടെ വരെ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇത് സ്റ്റിച്ച് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുന്നേ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. രണ്ട് സൈഡും നമുക്ക് അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 2 സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട്. ഈ നോച്ചിട്ട ഭാഗത്ത് ചെറിയൊരു കട്ടിങ് കൊടുക്കാം നമുക്ക്. ഇതിന് ശേഷം ഇതിങ്ങനെ മറിച്ചെടുക്കുക. തിരിച്ചടിക്കാൻ എളുപ്പത്തിനാണ് അവിടെ ഒരു ചെറിയ കട്ടിങ് കൊടുത്തത്. ഇത് നല്ലപോലെ പോയിൻ്റ് ചെയ്തെടുക്കുക. അതിന് ശേഷം നമുക്കിത് മറിച്ചടിക്കാം. കണ്ടോ, ഈ 1/2 ഇഞ്ച് നമ്മൾ നീക്കി മാർക്ക് ചെയ്തുകൊണ്ടാണ് നമുക്ക് ഇവിടേക്ക് എത്തിയത്. അല്ല സ്ട്രെയിറ്റ് കട്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഇവിടെ വരെ എത്തുള്ളൂ. അപ്പോൾ നമുക്ക് സ്റ്റിച്ച് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അതിനാണ് നമ്മൾ 1/2 ഇഞ്ച് അവിടെ കൂടുതൽ കൊടുത്തത് കേട്ടോ. 2 ഭാഗവും നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതുപോലെ കറക്റ്റായിട്ട് നോച്ചുകൾ മാർക്ക് ചെയ്തുകൊണ്ട് നമുക്ക് അളവൊന്നും മാറിപ്പോയിട്ടില്ല, കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഇതിപ്പോൾ നമ്മൾ 2 സൈഡ് അടിച്ചെടുത്തിട്ടുണ്ട്. ഈ ക്രോച്ചൊക്കെ സെയിം അതേ അളവിൽ തന്നെ കറക്റ്റായിട്ട് തന്നെ വന്നിട്ടുണ്ട് കേട്ടോ. 2 ഭാഗവും സെയിം ആയിട്ട് തന്നെ വന്നിട്ടുണ്ട്. പാൻറ്റിൻ്റെ 2 ഭാഗവും കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് എലാസ്റ്റിക്കും കൂടെ വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ പാൻറ്റിൻ്റെ സ്റ്റിച്ചിങ് കഴിഞ്ഞു. വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്നതാണ്. ഇത് നമുക്ക് ഇങ്ങനത്തെ പാൻറ്റ് തയ്ക്കുമ്പോൾ പലരും പറയാറുണ്ട് ഇരിക്കാൻ പറ്റില്ല, അങ്ങനെ നിലത്തിരിക്കാനൊന്നും പറ്റാറില്ല, ഇവിടെ ഇങ്ങനെ പിടുത്താണെന്ന് പറയാറുണ്ട്. അതൊന്നും ഈ പാൻറ്റിൽ ഉണ്ടാവില്ല. നിങ്ങൾ
ധൈര്യമായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് നോക്കുക. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കണത് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. ഇത് നമ്മൾ മറച്ചെടുത്തിട്ടില്ല കേട്ടോ. മറച്ചെടുക്കുന്നതിന് മുൻപ് തന്നെ എലാസ്റ്റിക്കും കൂടെ വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. എലാസ്റ്റിക് അടിക്കുമ്പോൾ ശ്രദ്ധിക്കുക, എലാസ്റ്റിക് തിരിഞ്ഞു പോകരുത്. ഇങ്ങനെ തന്നെ, അതിനു വേണ്ടിയാണ് ഇത് മറയ്ക്കാണ്ട് തന്നെ കാണിച്ചു തരുന്നത് കേട്ടോ. അതാ ഇതുപോലെ തന്നെ ഇങ്ങനെ വെച്ച് നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സൈഡും അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഈ സെൻറ്റർ പോർഷൻ മാർക്ക് ചെയ്ത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ എലാസ്റ്റിക് ഇങ്ങനെ വലിച്ചടിക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങി പോകരുത്. അപ്പോൾ പാൻറ് ഒരു സൈഡിലേക്ക് പോകും. അപ്പോൾ ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ സെൻറ്ററിലായിട്ട് തന്നെ നിൽക്കണം. അപ്പോൾ ഇതാ ഇവിടെയാണ് ഇത് വരേണ്ടത്. നമുക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ലതാണ്. ഒന്ന് പിടിച്ചാൽ മാത്രം മതി. ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിത് മറച്ചെടുക്കാം. ഇനി ഇത് നമ്മൾ ഇങ്ങോട്ട് തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ. ഈ ഇങ്ങനെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നത് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നു. അപ്പോൾ നമ്മുടെ സ്റ്റിച്ചിങ്ങും നല്ല നീറ്റായിട്ട് നിൽക്കും. ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാം. എലാസ്റ്റിക്കിൽ കൊള്ളരുത്. എലാസ്റ്റിക്കിൽ കൊള്ളാതെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. എലാസ്റ്റിക് ഉള്ളിൽ വെച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അതിനെന്താ ഇങ്ങനെ വെച്ച് നമുക്കൊന്ന് വലിച്ചടിച്ച് കൊടുത്താൽ മതിയാവും. ഇതിൻ്റെ സെൻറ്റർ പോർഷൻ മാറിയിട്ടുണ്ടാവില്ല. അപ്പോൾ നമുക്കിതാ ഇങ്ങനെ പിടിച്ച് വലിച്ചു പിടിക്കുക. ഇതാണ് നമ്മുടെ പാൻറ്റിൻ്റെ ബാക്ക് വശം വരുന്നത്. ഇതാ നല്ല നീറ്റായിട്ട് തന്നെ നമ്മുടെ സ്റ്റിച്ചിങ് ഒന്നും പുറത്ത് കാണാതെ നല്ല നീറ്റായിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. ഇതാണ് നമ്മുടെ പാൻറ്റ്. ഇതാണ് പോക്കറ്റിൻ്റെ വശം. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.